ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. മൈ നെയിം ഈസ് ശരത് ടെക്നോളജിയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ യുടെ 7 ബീറ്റ ഇറങ്ങിയിട്ടുണ്ട്. ബീറ്റയിൽ അതിൻ്റെ തീം പോലെ കുറച്ച് കാര്യങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ലീക്സ് ആണ്. അപ്പോൾ വൺ യു 7 ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ജനുവരിയിലായിരിക്കും മിക്കവാറും വൺ യു 7 ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് നോക്കാം. അതിൻ്റെ ബീറ്റ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം. എല്ലാവർക്കും ഇൻസ്റ്റാൾ ചെയ്ത് ബീറ്റ റൂട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നുമല്ല, ബീറ്റ ഇൻസ്റ്റാളേഷനാണ്. ബീറ്റ അല്ല, ഒരു തീം ഐക്കൺ, നമ്മൾ ഒരു ഐക്കൺ ഇൻസ്റ്റാളേഷനാണ്. പുതിയ കുറച്ച് ഐക്കൺസ് മാറ്റങ്ങൾ അവർ ഈ വൺ യു 7 വരുത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. കുറച്ച് മാറ്റങ്ങളെ വരുത്തിയിട്ടുള്ളൂ. ഒരു 6-7 ആപ്പുകൾക്ക് ഡിസൈൻ മാറ്റിയിട്ടുണ്ട്. ഐക്കൺ പാക്കിൻ്റെ പുറമെയുള്ള ഡിസൈൻ മാറ്റിയിട്ടുണ്ട്. അത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് വൺ യു 7 എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. വരാൻ പോകുന്ന വൺ യുടെ ഒരു ബീറ്റ എന്ന് ഐക്കോൺ ചേഞ്ച് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ബീറ്റ വേർഷനാണ് വന്നേക്കുന്നത്. നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ബീറ്റ എന്തായാലും ഉടനെ തന്നെ വരും. ജനുവരി ആകുമ്പോഴത്തേക്ക് എന്തായാലും വരും. ജനുവരിക്ക് മുന്നേ എന്തായാലും വൺ യു 7 ഒരു ബീറ്റ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് നോക്കാം. എങ്ങനെ നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഞാൻ പറഞ്ഞ DNA എന്ന് പറഞ്ഞ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ഇൻ്റർഫേസ് വരുന്നത്. ഇവിടെ നമുക്ക് കണ്ടോ മോർ എന്നുള്ളതുകൊണ്ട് കസ്റ്റമൈസ് ഉണ്ട്. ഇത്രയും തീമുകളാണ് പുതിയ വൺ യു 7 വരാൻ പോകുന്ന ഐക്കോൺ പാക്കുകൾ. കാരണം ഇതിൽ ഇപ്പോൾ ക്യാമറ ഉണ്ട്. ക്യാമറ ഓപ്പൺ ചെയ്യുമ്പോൾ ക്യാമറയുടെ തീം ഇങ്ങനെ ഓരോ ക്ലോക്ക് ഉണ്ട്. ഇത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ്. ഇത് നമ്മുടെ വൺ യു ഐക്കകത്തോട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകും. അപ്പോൾ നമ്മൾ ഇതാണ് വരാൻ പോകുന്ന ഐക്കോൺ പാക്കുകൾ. നിങ്ങൾക്ക് ഇത് വേണ്ടെങ്കിൽ വേണ്ട എന്നുള്ള രീതി നമുക്ക് കൊടുക്കാം. ഇതാണ് ഐക്കോൺ പാക്ക്. നമുക്കിത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ പഴയതുപോലെ ആക്കണമെങ്കിൽ ഈ ഐക്കോൺ പാക്ക് അങ്ങ് റിമൂവ് ചെയ്താൽ മതി. ഡിലീറ്റ് റിമൂവ് ചെയ്താൽ മതി. ഇത്രയാണ് സെറ്റിങ്സ് ആണ് വൺ യു 7 വരാൻ പോകുന്ന ഐക്കോൺ പാക്കുകൾ. തീം പാക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. ഗാലക്സി സ്റ്റോറിൽ കയറി തീം പാർക്ക് എന്നുള്ളത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ വരും. ഇവിടെ തീമുണ്ട്, ക്രിയേറ്റ്. ഇപ്പോൾ കീബോർഡ് നമുക്കെല്ലാം അതിൻ്റെ ഓരോ കസ്റ്റമൈസേഷൻ ചെയ്യാം. നമുക്കിപ്പോൾ ഐക്കോൺ പാക്ക് ഞാൻ പറയുന്നത്. ഇവിടെ നമ്മൾ ഐക്കോൺ പാക്ക് എന്നുള്ളത് ഞെക്കും. ആ ക്രിയേറ്റ് ന്യൂ എന്നുള്ളത് ഞെക്കും. ന്യൂ ഞെക്കി കഴിയുമ്പോൾ നമുക്ക് ഐക്കോൺ പാക്ക് എന്നുള്ളൊരു ടാഗ് ആണ്. ഈ ടാഗിൽ പിടിച്ച് ഞെക്കുമ്പോൾ നമുക്ക് ഐക്കോൺ പാക്ക് വന്നു. ഇവിടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത DNA വൺ യു 7 എന്നുള്ളത് കൊടുക്കുക. DNA വൺ യു 7 എന്നുള്ളത് നമ്മൾ കൊടുക്കുമ്പോൾ ലോഡിങ് ഇമേജ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ലോഡിങ് ആവുന്നേ ഉള്ളത്. അങ്ങനെ ഐക്കോൺ പാക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ചെയ്തിട്ട് നമ്മൾ എന്നിട്ട് ഡൗൺലോഡ് എന്നുള്ള സാധനത്തേക്ക് വന്നിട്ട് എന്തെങ്കിലും ഒരു പേര് കൊടുത്ത് നമ്മൾ സേവ് ചെയ്യുക. ഇപ്പോൾ വൺ യു 7 എന്ന് ഞാൻ കൊടുക്കുക. 7 വൺ യു 7 എന്ന് കൊടുക്കുക. വൺ യു 7 എന്ന് ഞാൻ കൊടുത്തു. എന്ത് പേര് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കുക. അത് ലോഡ് ആയിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ലോഡായി വന്നു കഴിയുമ്പോൾ നമ്മൾ ഇത്തിരി സമയം എടുക്കും ലോഡാവാൻ. ഇങ്ങനെ ലോഡായി കഴിയുമ്പോൾ നമ്മൾ വൺ യു 7 എന്നുള്ള തീം വന്നുള്ളൂ. ഇത് നമുക്ക് വേണമെങ്കിൽ ഇത് കൊടുത്തിട്ട് അപ്ലൈ കൊടുക്കുക. ഇനി നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. അങ്ങനെ വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ഫോർ ദി ചേഞ്ചിങ് ദി തീം എന്ന് കാണിക്കും. അതിന് തീം നമ്മൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് അടിച്ച് നോക്കാം. കണ്ടോ, ഇത് വൺ യു 7 വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു തീമാണ് വന്നേക്കുന്നത്. കാരണം കുറേ ഒരു കളർ വോയിസ് പോലത്തെ രീതിയിൽ വന്നിട്ടുണ്ടെങ്കിലും പോലും എനിക്ക് ഈ ഫോണിൻ്റെ ഒരു ബട്ടൺ ഒഴിച്ച് ബാക്കിയെല്ലാം അത്യാവശ്യം കുഴപ്പമില്ല. ഗാലറി കുഴപ്പമില്ല. പഴയതിനേക്കാളും ഭേദമാണ്. ഇതൊക്കെ വന്നിട്ടുണ്ട്. ഇൻസ്റ്റാളേഷൻ ഇതാണ് വന്നേക്കുന്നത്. ഇങ്ങനെ ഇൻസ്റ്റാളേഷൻ വന്നേക്കുന്നത്. ഈ ഒരു 5-6 ഐക്കൺസ് മാത്രമേ മാറിയിട്ടുള്ളൂ. അത്യാവശ്യം നല്ല ലുക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് യൂസ് ചെയ്ത് നോക്കും. അത്യാവശ്യം നല്ലൊരു ഐക്കോൺ പാക്ക് ആയിട്ട് എനിക്ക് തോന്നി. കാരണം വൺ യു 7 വരാൻ പോകുന്നതാണ്. ലീക്ക്ഡ് വന്നതാണ്. ഇത് ഒഫീഷ്യൽ ആണോ എന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷെ ലീക്ക്ഡ് ആയിട്ട് വന്നതാണ്. അത്യാവശ്യം നല്ലൊരു ഐക്കോൺ പാക്ക് ആണ്. കുറച്ച് 7-8 ആപ്പുകൾ മാറാൻ പോവാണ്. അതെന്തായാലും ഒരു 100% അതിൻ്റെ ഇത് വന്നിട്ടുണ്ട്. 100% ഇത് തന്നെയാണെന്നാ പറയുന്നത്. ഒരു 90-95% ഓക്കെ ആണ് നമുക്ക് പറയാം. 100%. ഇത് ഈ ഒരു തീം തന്നെയാണ് വരാൻ പോകുന്നത്. നമുക്ക് പറയുന്നൊരു കാര്യം, അത്യാവശ്യം നല്ലൊരു തീമായിരിക്കും വരാൻ. വൺ യു 7 കുറച്ച് സ്മൂത്തി ആയിരിക്കും. ഐക്കോൺ പാക്സിന്റെ ഒരു മാറ്റങ്ങൾ കാണത്തുള്ളൂ. കുറച്ചുകൂടെ ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്യും വൺ യു 7. പക്ഷേ ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് അത് ഓരോ ഫോണുകൾക്ക് അനുസരിച്ച് അതിന്റെ രീതിയിലുള്ള വൺ യു 7 അപ്ഡേറ്റ് വരത്തുള്ളൂ. അല്ല നമുക്ക് S24-ലും S23-ലും S25 വരാൻ പോകുന്നതിൽ നമുക്ക് കിട്ടുന്ന ഫീച്ചേഴ്സ് ഒന്നും നമുക്ക് നമ്മുടെ പഴയ ഫോണുകളിൽ കിട്ടത്തില്ല. വൺ യു 7 വന്നെങ്കിൽ 7 വരും. പക്ഷെ അതിൽ കുറച്ച് ഫീച്ചേഴ്സ് മാത്രം നമുക്ക് കിട്ടും. മിക്കവാറും ആ പേര് മാത്രമേ വരത്തുള്ളൂ. ഐക്കോൺ പാക്കും മാത്രം വരും. ഐക്കോൺ പാക്ക് എന്തായാലും ചേഞ്ച് ആവും. അത് എല്ലാവർക്കും ഒരുപോലെ തന്നെ വരും. ഐക്കോണിന്റെ ചേഞ്ച്, ആ ക്യാമറ ഐക്കോണിന്റെയും ഫോൺ ഡയലിന്റെ ഐക്കോണും എല്ലാം മാറുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്യാവശ്യം നല്ലതായിട്ട് എനിക്ക് തോന്നി. ന്യൂയുടെ 7 ഐക്കോൺ പാക്ക് ഒരു കളർ വോയിസ് പോലൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അത്രയൊന്നും ഒന്നുമില്ല. കുറച്ച് ഐക്കൺസ് മാറ്റിയിട്ടുള്ള ഐക്കൺസ്. പക്ഷെ പഴയത് തന്നെ മതിയായിരുന്നു എനിക്ക് തോന്നുന്നു. ഇത് കൊള്ളാം. നിങ്ങളൊന്ന് ഇൻട്രസ്റ്റിംഗ് ആണ്, ചെക്ക് ചെയ്ത് നോക്കുക. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കുറെ വൺ യു ബോറടിച്ചിരിക്കുന്ന ആളാണെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കിയാൽ വൺ യു 7 നമുക്ക് കിട്ടി. അത്യാവശ്യം നല്ല രീതിയിൽ ഐക്കോൺ പാക്സ് ആണ് വന്നിരിക്കുന്നത്. വേർഷൻ പോലെയല്ല വന്നേക്കുന്ന ഒരു ഐക്കോൺ പാക്ക് പോലെ. നിങ്ങളൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക. അത്യാവശ്യം നല്ലതായിട്ടുണ്ട്. സാംസങ് ഫോൺ ഉള്ളവർ ഗുഡ് ലോക്ക് എന്ന് പറഞ്ഞ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് തീം പാർക്കിനകത്തിലാണ് ചെയ്യേണ്ടത്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. അത്യാവശ്യം നല്ലൊരു തീമായിട്ട് നമുക്ക് തോന്നുന്നു. 7 ബോറടിച്ചിരിക്കുന്നവർക്ക് ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു. നിങ്ങൾ ചെയ്യുക. ഇത്രയൊക്കെയുള്ളൂ പറയാം. ഇതിലും കൂടുതൽ നമ്മൾ വൺ യുടെ ഫുൾ കസ്റ്റമൈസേഷൻ വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. വൺ ഫുൾ കസ്റ്റമൈസ് ഞാൻ ചെയ്ത് കാണിക്കാം.
ഫുള്ളി എല്ലാം സൗണ്ട് ബാർ ഉൾപ്പെടെ എല്ലാം കസ്റ്റമൈസ് ചെയ്ത് അടിപൊളിയാക്കി ഞാൻ കാണിക്കുക. അത് വീഡിയോ വരുന്നുണ്ട്. നിങ്ങളൊരു കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്ത് വിടുക. ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ എന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.